അവസരങ്ങൾ പാഴാക്കരുത്. വിശുദ്ധമായ റമളാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഒരു അവസരമാണ്. നമ്മുടെ ജീവിതത്തിൽ ഇനിയൊരു റമളാൻ കിട്ടുമോ എന്ന് നമുക്കാർക്കും പ്രതീക്ഷയില്ല. വരുന്ന വർഷം റമളാൻ വരുമ്പോൾ ആയുസ്സോടെ ആരോഗ്യത്തോടെ ആ വിശുദ്ധ റമളാനെ സ്വീകരിക്കാൻ നമ്മുടെ കൂട്ടത്തിൽ എത്ര പേരുണ്ടാകും എന്ന് നമുക്കറിയില്ല. ബഹുമാനപ്പെട്ട ഒരു കവി പറഞ്ഞതുപോലെ, കം കുന്ത തഅരിഫു മിമ്മൻ സ്വാമ ഫിസ്സലഫി മിൻ ബൈനി അഹ്ലിൻ വ ജീറാനിൻ വ ഇഖ്വാനി. കഴിഞ്ഞ വർഷം നിന്നോടൊപ്പം നോമ്പ് പിടിച്ച നിൻ്റെ കുടുംബക്കാരായ, നിൻ്റെ അയൽവാസികളായ, നിൻ്റെ ബന്ധുപിത്രാദികളായ എത്രയോ ആളുകൾ അഫ്നാഹുമുൽ മൗത്തു, അവരെയൊക്കെ മരണം പിടികൂടിയിരിക്കുകയാണ്. അവരൊക്കെ ഖബറിൻ്റെ ഏകാന്തതയിൽ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുകയാണ്. മരണപ്പെട്ടു പോയ ആ ഖബറാളികളോട് നിങ്ങൾക്കെന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചാൽ ആ ഖബറാളികൾക്ക് പറയാനുള്ള ഒരേ ഒരു ആഗ്രഹം, ഞങ്ങൾക്ക് വിശുദ്ധ റമളാനിൽ നിന്നും ഒരു ദിവസം കിട്ടിയിരുന്നെങ്കിൽ എന്നായിരിക്കും ആ ഖബറാളികളൊക്കെ ആഗ്രഹിക്കുന്നത്. മരണപ്പെട്ടു പോയവർക്ക് ആഗ്രഹിക്കാം എന്നല്ലാതെ അവസരങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ടു പോയി, ചാൻസുകൾ അവർക്കിനി ലഭ്യമല്ല. പരിശുദ്ധമായ റമളാൻ്റെ പകലുകളിൽ നോമ്പനുഷ്ഠിക്കുകയും രാത്രികാലങ്ങളിൽ തറാവീഹ്, തഹജ്ജുദ് പോലുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ വ്യാപൃതരാകുകയും വിശുദ്ധമായ ഖുർആൻ ഒരാവർത്തിയെങ്കിലും ഓതിത്തീർക്കുകയും പരിശുദ്ധമായ റമളാനിൽ തന്നാലാകുന്ന എല്ലാ നന്മകളും ചെയ്യുമെന്ന് ഞാൻ ഇപ്പോൾ തന്നെ തീരുമാനമെടുക്കുക. റമളാൻ മാസം നാളെ പരലോകത്ത് നമുക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന ആ ഗണത്തിൽ പെടുവാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കണം, അതിനുവേണ്ടി പ്രയത്നിക്കണം എന്ന വസീയത്തോടെ അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.